Hi everyone, what's up guys? I think you are going well, right? Okay. Anyway, നമ്മള് ഗോൾഡിന്റെ ഒരു അനാലിസിസ് ചെയ്യാൻ പോവാണ് കേട്ടോ. ഓക്കെ, ഡേറ്റ് വരുന്നത് 28 ആണ്, വെനസ്ഡേ ആണ് കേട്ടോ. ഓക്കെ, സമയം IST സമയം, ഇന്ത്യ സമയം ഇപ്പം 11:30 ആവാറായി. 11:30ക്കാണ് പ്രീ ലണ്ടൻ സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അത്യാവശ്യം നല്ല ബോഡിയുള്ള സമയമായിരിക്കും. ഓക്കെ, നമുക്ക് ഒരു ഫ്രഷ് അനാലിസിസ് ചെയ്ത് നോക്കാം കേട്ടോ. ഡേ ടൈപ്പിലോട്ട് വരികയാണെങ്കിൽ നിങ്ങളൊരു വീക്ക് ബുള്ളിഷ് ക്യാൻഡിലാണ്, വീക്ക് ബിയറിഷ് ക്യാൻഡിലാണ് നമുക്ക് കാണാൻ പറ്റുന്നത് കേട്ടോ. ഈ ഒരു ലോ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ, അതായത് പ്രീവിയസ് ക്യാൻഡിലിൽ ലോ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ മാർക്കറ്റ് ഓൾമോസ്റ്റ് ഐ തിങ്ക് ഒരു 2015 വരെയൊക്കെ പോകാനുള്ളൊരു സാധ്യതയുണ്ട് കേട്ടോ. ഓക്കെ, ഈ ഒരു ലോ റെസ്പെക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് 2040 അല്ലെങ്കിൽ 2030 39 വരെ പോകാനുള്ളൊരു പ്രോബിലിറ്റി ഉണ്ട് കേട്ടോ. ഓക്കെ, നമുക്ക് ലോ ടൈം ഫ്രെയിമിലോട്ട് വരുമ്പോഴാണ് കൂടുതൽ ക്ലാരിഫിക്കേഷൻ കിട്ടുക. H4 വരുമ്പോൾ ഈ ഒരു ഏരിയയിൽ ഒരു സപ്പോർട്ട് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഈ ഒരു പോയിന്റിൽ സപ്പോർട്ട് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓൾമോസ്റ്റ് 2016 വരെയൊക്കെ മാർക്കറ്റ് ഡൗൺ സൈഡിലോട്ട് മൂവ് ചെയ്യാനുള്ള സാധ്യത കേട്ടോ. അതോടൊപ്പം തന്നെ ഈ ഒരു പോയിന്റിൽ ഈ ഒരു പോയിന്റിൽ ഒരു റെസിസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 2039 40 വരെയൊക്കെ പോകാനുള്ളൊരു പ്രോബിലിറ്റി ഉണ്ട് കേട്ടോ. ഓക്കെ, അതായത് നമുക്ക് H4 കൂടി തന്നെ H1 പോയി നോക്കാം. H1 നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സപ്പോർട്ട് ഏരിയയാണ്, നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് ഏരിയയാണ്. ഈ ഒരു ഏരിയയിൽ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഓൾമോസ്റ്റ് 24 പിക്സ് വരുന്നുണ്ട്. ഓൾമോസ്റ്റ് ഒരു 2033 വരെയൊക്കെ പോകാനുള്ളൊരു സാധ്യതയുണ്ട്. നല്ലൊരു റേഞ്ചാണ്. ഇത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു മോണിലോട്ട് 2034 വരെയൊക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഈ ഒരു റെസിസ്റ്റൻസ് ഫോർവേഡിലുള്ളൊരു റെസിസ്റ്റൻസ് കൂടി ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് 2039 വരെയൊക്കെ പോകാനുള്ളൊരു സാധ്യതയുണ്ട്. 2036 ഓൾമോസ്റ്റ് 26 ടിപ്സ് ഒക്കെ വളരെ സിമ്പിളായിട്ട് നമുക്ക് പിന്നെ ടാർഗറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. ഈ ഒരു വിക്ക് കാണാൻ പറ്റുന്നുണ്ടോന്ന് അറിയില്ല. ഈ ഒരു വിക്ക് നമുക്ക് വളരെ സിമ്പിളായിട്ട് നമുക്ക് ടാർഗറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. ഓക്കെ, ഇത് കുറച്ചുകൂടി പിന്നെ ലോങ് ആയിട്ടുള്ളൊരു ടാർഗറ്റ് ആണ്. അപ്പോൾ ഈ ഒരു ടാർഗറ്റ് സെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ട് ട്രേഡിൽ നമുക്ക് പിന്നെ എക്സിറ്റ് ആവാൻ പറ്റും കേട്ടോ. ഓക്കെ, എനിക്ക് 30 മിനിറ്റ്സിലോട്ട് വരികയാണെങ്കിൽ ഓൾമോസ്റ്റ് ഇപ്പോൾ H1 അതേമാതിരി തന്നെയാണ്, വലിയ മാറ്റമൊന്നുമില്ല. ഒരു 80 ബിറ്റ്സ് 2031 29 ഈ ഒരു പോയിന്റിൽ മാർക്കറ്റ് റേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതൊരു നോ ട്രേഡ് കേട്ടോ. നോ ട്രേഡ് റേഞ്ച് ആണ്. റേഞ്ച് ഒന്നും ഒരു കാരണവശാലും ട്രേഡ് എടുക്കരുത്. കാരണം നിങ്ങൾക്ക് പിന്നെ എക്സ്പെക്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള രീതിയിലുള്ള ഒരു റേഞ്ച് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ഈ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 2033 വരെയൊക്കെ മാർക്കറ്റ് മൂവ് ചെയ്യാനുള്ളൊരു
പോസിബിലിറ്റി ഉണ്ട്. ഈ ഒരു 33 ഇതും ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഓൾമോസ്റ്റ് നമ്മൾ H1 കാണിച്ച പോലെ ഈ ഒരു വിക്സ് ഓൾമോസ്റ്റ് 2036 വരെ നമുക്ക് സിമ്പിളായിട്ട് ടാർഗറ്റ് സെറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. ഓക്കെ, ശ്രീലണ്ടൻ വരുന്നുണ്ട്. ശ്രീലണ്ടൻ സെഷൻ സ്റ്റാർട്ട് ചെയ്യാറായി. അത്യാവശ്യം നല്ലൊരു വോളിയം തന്നെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഒരു 50 മിനിറ്റ്സിലോട്ട് വരികയാണെങ്കിൽ 50 മിനിറ്റ്സ് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഹൈ ടൈം ഫ്രെയിംസിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത്. അതുപോലെ പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, എൻസൈറ്റി പല ആളുകളും അനാലിസിസ് ചെയ്യാതെ വിടുന്നൊരു ടൈം ഫ്രെയിമാണ്. ഒരു കാരണവശാലും അങ്ങനെ ചെയ്യരുത്. H1 തുല്യമായിട്ട് ഈക്വലായിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടൈം ഫ്രെയിമാണ് എൻസൈറ്റി. 30 മിനിറ്റ്സ് ക്യാൻഡിൽ, അതുകൊണ്ട് വളരെ പ്രത്യേകം ശ്രദ്ധിക്കുക. 50 മിനിറ്റ്സ് നമ്മൾ അനാലിസിസ് പ്രത്യേകം ശ്രദ്ധിക്കണം. 50 മിനിറ്റ്സ് വീക്ക് ടൈം ഫ്രെയിമാണ്. അതുകൊണ്ട് തന്നെ ഒത്തിരി സൈക്കോട്ടുകളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ എൻസൈറ്റി കൂടി കമ്പൈൻ ചെയ്തിട്ട് ട്രേഡ് എടുക്കുന്നതായിരിക്കും വളരെ നല്ലത് കേട്ടോ. ഓക്കെ, ഇത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് തന്നെ നമ്മൾ പിന്നെ H1 എൻസൈറ്റിയിലൊക്കെ പറഞ്ഞിട്ടുള്ള സെയിം അനാലിസിസ് 33 വരെ എക്സ്പെക്ട് ചെയ്യാം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് 36 വരെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. സെൽ എൻട്രി വരുന്നത് ഈ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് സെൽ എൻട്രിക്ക് ഓപ്ഷൻ ഉള്ളൂ കേട്ടോ. അത് 2029 അത് ബ്രേക്ക് ചെയ്യുന്ന ഓൾമോസ്റ്റ് നമുക്ക് ഓൾമോസ്റ്റ് ഒരു 2025 വരെയൊക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. ഓൾമോസ്റ്റ് ഒരു 35-37-60 വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, എനിവേ വെനസ്ഡേ ആണ്. മാർക്കറ്റിൽ അത്യാവശ്യം നല്ലൊരു വോളിയം തന്നെ ഉണ്ടാവും. പ്രത്യേകിച്ചൊന്നും കാര്യമായിട്ടുള്ള ന്യൂസുകളൊന്നും ഇല്ല. ഓക്കെ, കാര്യമായിട്ടുള്ള ന്യൂസുകളൊന്നും ഇല്ല. അപ്പോൾ എല്ലാവരും വളരെ കെയർഫുൾ ആയിട്ടിരിക്കുക. മാർക്കറ്റിൽ ഓപ്പർച്യൂണിറ്റി കിട്ടിയാൽ മാത്രം ട്രേഡ് ചെയ്യുക. ഇമോഷൻ വെച്ച് ഒരു കാരണവശാലും ട്രേഡ് ചെയ്യരുത്.